Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. ശ്രീലങ്കയിൽ പുതിയതായി വന്ന സർക്കാർ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അല്ലെന്നും ദിസനായകയുടെ ചരിത്രം പരിശോധിച്ചാൽ ഈ കാര്യം വ്യക്തമാകുമെന്നും പ്രശസ്ത മാധ്യമപ്രവർത്തകൻ വെങ്കടേഷ് രാമകൃഷ്ണൻ പറഞ്ഞു. അങ്കമാലി സിറ്റിസൺസ് എൻലൈറ്റ്മെന്റ് ഫോറത്തിന്റെ പ്രഭാഷണ പരമ്പര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സെഫ് സംഘടിപ്പിച്ച 4ാം പ്രഭാഷണ പരമ്പര പ്രശസ്ത മാധ്യമപ്രവർത്തകൻ വെങ്കടേഷ് രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വോട്ട് മാത്രം കിട്ടിയിട്ട് സെക്കൻഡ് പ്രിഫറൻസ് വോട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രസിഡന്റ് ആയിട്ടുള്ള ദിസനായകെ അദ്ദേഹം ഒരു ശ്രീലങ്കൻ റിനൈസൻസിനെ പറ്റി സംസാരിക്കുന്നുണ്ട്, ഒരു ശ്രീലങ്കൻ നവോത്ഥാനത്തെ പറ്റി സംസാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ അഴിമതി ആരോപണങ്ങളുടെയും ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് അയാളുടെ ഭരണത്തിൽ വന്നിരിക്കുന്നതുകൊണ്ട് അദ്ദേഹം ഒരു ശ്രീലങ്കൻ റിനൈസൻസിനെ പറ്റി അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. പക്ഷെ അതെങ്ങനെ നടപ്പാക്കും? അത് നടപ്പാക്കാനുള്ള സംഖ്യാബലം അദ്ദേഹത്തിന് പാർലമെന്റിലുണ്ടോ? അത് നടപ്പാക്കാനുള്ള പദ്ധതികൾ അദ്ദേഹം വിഭാവനം ചെയ്തിട്ടുണ്ടോ? ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല. അപ്പൊ അടിസ്ഥാനപരമായി മാധ്യമങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകർ നിങ്ങളുടെ മുമ്പിൽ ഒരു മാർക്സിസ്റ്റ് ഗവൺമെന്റ്, ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റും ശ്രീലങ്കയിൽ അധികാരത്തിൽ വന്നിരിക്കുന്നത് പൊളിറ്റിക്കൽ സുനാമിയാണ് എന്നൊക്കെ പറയുമ്പോൾ you should go into the history behind the organization, the political organization which has come to power. You should also go into the history of the country that we are discussing. The normal journalism that we see in our country these days, and especially in Kerala. സെഫ് പ്രസിഡന്റ് ജെയ്സൺ പാനിക്കുളങ്ങര അധ്യക്ഷത വഹിച്ചു. സേവ്യർ ഗ്രിഗറി, മാർട്ടിൻ മുണ്ടാടൻ, മാത്യൂസ് കോലഞ്ചേരി, PJ ബാബു, ജോണി പള്ളിപ്പാടൻ, MP വിൽസൺ, ഫ്രാൻസിസ് തച്ചിൽ, സജീവ് അരിക്കൽ, ഡോക്ടർ നിജോ തുടങ്ങിയവർ സംസാരിച്ചു.